ഹലോ, വെൽക്കം ചാനൽ. നമ്മളെ നിമിഷപ്രിയമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകളാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കാര്യങ്ങളെക്കുറിച്ച് അറിയാവുന്നവരും അറിയാത്തവരും ഒക്കെ, പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് തെറ്റായ പ്രഭാഷണങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് സംസാരങ്ങൾ വരുന്നുണ്ട്. അപ്പം നിയമങ്ങൾ അറിയാവുന്നവരും അറിയാത്തവരും എല്ലാം പല രീതിയിലാണ് ഇതിനെ നോക്കിക്കാണുന്ന ഊഹാപോഹങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇവിടെ ശരിക്കും മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഇസ്ലാമിക നിയമം, അതായത് ശരീഅത്ത് നിയമം, ശറഈഅത്തുള്ള നിയമം കൃത്യമായിട്ട് അത് ശരീഅത്ത് പറഞ്ഞ് നടക്കുന്ന രാജ്യത്ത് അതിൻ്റെ കൃത്യത, അപ്പോൾ ആ നിയമം എന്താണെന്ന് ഇന്ന് ചെറിയ രീതിയിലെങ്കിലും ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരുപാട് ഊഹാപോഹങ്ങളിലൂടെ മനുഷ്യന് കടന്നുപോകേണ്ട കാര്യങ്ങളില്ല. അപ്പോൾ ഇവിടെ അതിനെക്കുറിച്ചാണ് ഒരു അല്പ സൂചന തരാൻ ഉദ്ദേശിക്കുന്നത്. മെയിനായിട്ട് പടച്ചതമ്പുരാൻ്റെ നിയമം, അതായത് മനുഷ്യനെ സൃഷ്ടിച്ച് അവൻ്റെ വികാര വിചാരങ്ങൾ അറിയാവുന്ന ആ പടച്ചതമ്പുരാൻ്റെ നിയമങ്ങൾ കുറ്റമറ്റതാണ്. അതിനകത്തൊരു കുറ്റം കാണില്ല. പിന്നെ ആ നിയമത്തിൻ്റെ പിന്നിൽ ഒരു പഴുത്, അതായത് ആർക്കും അതിനകത്തൊരു വിമർശനത്തിന് വകയില്ലാത്ത രീതിയിലാണ് അതിനെ അതിൻ്റെ നിർമ്മാണം. അതായത് ഇപ്പോൾ ഒരു ക്രിമിനൽ കുറ്റം അല്ലെങ്കിൽ ഒരു കൊലപാതകം നടക്കുമ്പോൾ അതിൻ്റെ വാദിക്കും പ്രതിക്കുമൊക്കെ പ്രതിക്ക് അതിൻ്റെ തക്കതായിട്ടുള്ള രീതിയിലുള്ള ശിക്ഷ, അതുപോലെ വാദിക്ക് അതിൻ്റെ ഉചിതമായിട്ടുള്ള നിയമം എന്ന രീതിയിലാണ് അതിൻ്റെ ചിട്ടപ്പെടുത്തൽ. അപ്പം നമുക്ക് പറഞ്ഞു വരാനാണെങ്കിൽ നിമിഷപ്രിയയുടെ കാര്യത്തിലേക്ക് തന്നെ കടക്കാം. അപ്പോൾ അവർ അവിടെ ചെന്നു, പ്രശ്നമുണ്ടായി, അവരെ പിടിച്ചു. ഇനിയിപ്പോൾ അവരെ ശിക്ഷ നിയമത്തിൻ്റെ നടപടിയാണ്. അവിടെയാണ് ഇസ്ലാമിക് കടന്നു വരുന്നത്. അതിപ്പോൾ ഒരാൾ കൊല്ലപ്പെട്ടാൽ, ഇപ്പം ഒരാളെ മറ്റൊരാൾ കൊന്നു. അപ്പോൾ കൊലപാതകത്തിന് പല കാരണങ്ങളുണ്ട്. കൊലപാതകം ചെയ്ത് കഴിയുമ്പോൾ പിന്നെ പല കാരണങ്ങളും വരും. അപ്പോൾ ഏതായാലും ആത്യന്തികമായി സംഭവം നടന്നത് കൊലപാതകമാണ് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ഈ കൊലപാതകം കൊണ്ട് ഈ ഒരാൾ മരിച്ച ആളിൻ്റെ കുടുംബത്തിന്, വേണ്ടപ്പെട്ടവർക്ക് ഒക്കെ എന്താണ് ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കേണ്ടി വരുന്നത് എന്നതാണ് നോക്കിക്കാണുന്നത്. അതായത് ചിലപ്പോൾ മാതാപിതാക്കളുണ്ടാകാം, ഭാര്യ ഉണ്ടാകാം, മക്കളുണ്ടാകാം, സഹോദരങ്ങളുണ്ടാകാം. ഒരുപക്ഷെ ഇദ്ദേഹത്തിൻ്റെ അധീനതയിലായിരിക്കും, ഇദ്ദേഹത്തിൻ്റെ സംരക്ഷണയിലായിരിക്കും അവരൊക്കെ കഴിഞ്ഞു വരുന്നത്. അപ്പോൾ കുടുംബത്തിൽ ഏറ്റവും വിലപ്പെട്ട ഒരു മനുഷ്യനാണ് പോയിരിക്കുന്നത്. അതിൻ്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അവർക്കാണുള്ളത്, അത് മറ്റാർക്കുമല്ല. അപ്പോൾ ആ കുടുംബത്തിനാണ് അതിൻ്റെ പ്രയാസവും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും അനുഭവിക്കുന്നത്. അപ്പോൾ പടച്ചതമ്പുരാൻ പറഞ്ഞ് ഇതിൻ്റെ വിധി പറയേണ്ടത് അവർ തന്നെയാണ് പറയേണ്ടത്. ഇപ്പം കൊന്നയാൾ, ആ കൊന്നയാളിനെ എന്താണ് ഒരു രാജ്യത്തിൻ്റെ ശരീഅത്ത് പറഞ്ഞുള്ളിടത്ത് പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യുന്നു, സംശയാസ്പദമായി അറസ്റ്റ് ചെയ്യുന്നു, അയാളെ കോടതിയിൽ ഹാജരാക്കുന്നു, ചിലപ്പോൾ റിമാൻഡ് ചെയ്യുന്നു. പിന്നെ എന്താണ്, അദ്ദേഹം ചെയ്തതാണോ എന്ന് കൃത്യമായിട്ട് തെളിയിക്കണം. അതിൻ്റെ തെളിവുകളും കാര്യങ്ങളും പോലീസ് കണ്ടുപിടിക്കുന്നു, കോടതിയിൽ ഹാജരാക്കുന്നു. അത് കൃത്യമാണെന്ന് 101% ബോധ്യമായി കഴിഞ്ഞാലാണ് പിന്നെ അടുത്ത ശിക്ഷാ നടപടിയിലേക്ക് വിരൽ ചൂണ്ടുന്നത്. അപ്പോൾ അദ്ദേഹത്തെ അവിടെ സൂക്ഷിക്കുക. പോലീസിൻ്റെ പാർട്ട് കഴിഞ്ഞു, എല്ലാം സമർപ്പിച്ചു കഴിഞ്ഞു. പിന്നെ ഇവിടെ വിധി പറയുന്നതെന്ന് വെച്ചാൽ ആ ഒരാൾ നഷ്ടപ്പെട്ടെങ്കിൽ ആ നഷ്ടപ്പെട്ട ആളിൻ്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഇതിൻ്റെ വിധി നടപ്പാക്കേണ്ടത്, വിധി പറയേണ്ടത്. അതിനകത്ത് പിന്നീട് കോടതിക്ക് ഒരു ഉത്തരവാദിത്തമില്ല, പോലീസിനില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും മത നേതാക്കൾക്കില്ല, അതുപോലെ തന്നെ മറ്റുള്ള രാജ്യത്തിൻ്റെ പ്രസിഡന്റുമാർക്കോ പ്രധാനമന്ത്രിക്കോ ഒന്നുമില്ല. കാരണം അതിൻ്റെ നിയമം കൃത്യമായിട്ട് പറഞ്ഞത് പടച്ചതമ്പുരാനാണ്. അതുകൊണ്ട് അതങ്ങനെ തന്നെ ചെയ്യണം. അപ്പോൾ ഇവിടെ വാപ്പ ജീവിച്ചിരിക്കുന്നെങ്കിൽ മകൻ്റെ നഷ്ടം കൊണ്ട് എന്താണ് അദ്ദേഹം, ഇനി വാപ്പ ജീവിച്ചിരിക്കില്ല, ഉമ്മയില്ല, അല്ലെങ്കിൽ മാതാവും പിതാവും ഇല്ല, ഇനി അതിനുള്ള മക്കളാണുള്ളത്. അപ്പോൾ ഭാര്യയെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ ഒരു ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോൾ അയാൾ വേറൊരാളുടെ ഭാര്യയാവും. അപ്പോൾ അവിടെ പിന്നീട് വരുന്ന രക്തബന്ധം വെച്ചാൽ മക്കളാണ്. ഇനി ഈ മക്കൾക്ക് രണ്ടവസ്ഥയാണ്. ഒന്ന്, ഈ മക്കൾ പ്രായപൂർത്തി ആയില്ല എന്നുണ്ടെങ്കിൽ ആ പ്രായപൂർത്തി എത്തുന്നിടം വരെ അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടി വരും, ഈ കൊന്ന ആൾ ജയിലിൽ കിടക്കേണ്ടി വരും. ഇനി ഈ മക്കൾ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ ഈ മക്കൾ പറയുകയാണ്, ഞങ്ങളെ പിതാവിനെ കൊന്ന ആളിന് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള കുറച്ച് സമ്പത്ത് തന്നാൽ അദ്ദേഹത്തെ വെറുതെ വിടാം എന്ന് ഈ മക്കൾ പറഞ്ഞാൽ തീർച്ചയായിട്ടും അതങ്ങനെ സംഭവിക്കും. ഇനി അതല്ല, അദ്ദേഹത്തെ ഞങ്ങളെ പിതാവിനെ ചെയ്തതുപോലെ തന്നെ എന്താണ് ചെയ്തത്, അതേ ശിക്ഷ, തുല്യ ശിക്ഷ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ അദ്ദേഹത്തെ കൊല്ലുക എന്നുള്ളതേ ഉള്ളൂ. അതിനകത്ത് ആരുടെ ഇടപെടൽ നടക്കില്ല. ഇനി അതും അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹം കുറച്ച് നാൾ ജയിലിൽ കിടന്നതല്ലേ, അതുകൊണ്ട് അദ്ദേഹം ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞു വിട്ടാൽ അതും ഓക്കെയായി. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരു കാരണവശാലും മറ്റൊരാൾക്ക് ഇടപെടാൻ കഴിയില്ല എന്ന്. ഇനി സന്താനങ്ങളില്ലാത്ത ഒരാളാണെങ്കിലോ, വിവാഹിതനല്ല, സന്താനങ്ങളില്ലെങ്കിൽ ഏറ്റവും പിന്നെ അടുത്ത രക്തബന്ധു സഹോദരനാണ്. അപ്പോൾ ഈ സഹോദരനാണ് പിന്നെ വിധി പറയേണ്ടത്. അപ്പോൾ ഇവിടെ വിഷയം എന്ന് പറയുന്നത് ആ ഒരാൾ നഷ്ടപ്പെട്ടത് കൊണ്ട് ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നത് ആരാണോ അവരാണ് വിധി നടപ്പാക്കേണ്ടത്. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇസ്ലാമിക നിയമത്തിൽ പടച്ചതമ്പുരാന്റെ തീരുമാനത്തിൽ തെറ്റുകുറ്റങ്ങൾ വരില്ല എന്ന്. അതായത് ഇപ്പം ഒരു സഹോദരൻ വന്ന് വിധി പറഞ്ഞു, അദ്ദേഹത്തെ ഒന്നീ വെറുതെ വിടാൻ പറഞ്ഞു, അല്ലെങ്കിൽ പണം വാങ്ങിച്ചു, അതും അല്ലെങ്കിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച് വിട്ടാൽ മതി എന്ന് പറഞ്ഞു, മൂന്നേതെങ്കിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതേ രീതിയിൽ തന്നെ കോടതി ചെയ്തു കഴിഞ്ഞാൽ
ഇനിയുള്ള പ്രശ്നം അദ്ദേഹം പുറത്തിറങ്ങി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നിർഭയത്വത്തോടുകൂടി ജീവിക്കാം. ആരും അദ്ദേഹത്തിന്റെ ഈ മരിച്ച ആളിന്റെ ആൾക്കാരൊന്നും അയാളെ കണ്ടു കഴിഞ്ഞാൽ അയാളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, സംസാരിക്കാൻ പോലും പോകുന്നില്ല. കാരണം എന്താ, അവരാണ് അദ്ദേഹത്തിന് ജീവൻ കൊടുത്തത്. അദ്ദേഹത്തെ വെറുതെ വിടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടുകാരാണ് അദ്ദേഹത്തിന് ജീവൻ, ഒരു പുനർജന്മം നൽകിയത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഭയക്കേണ്ടതില്ല, ഇവർ പിന്നെ ഒന്നും ചെയ്യാനും പോകുന്നില്ല. കാരണം അവരെ ഔദാര്യമാണ് അദ്ദേഹത്തിന് പിന്നെയുള്ള ജീവിതം. അത് ഒരു വലിയ കുഴപ്പങ്ങളിൽ നിന്നും മാറ്റി നിർത്തും. ഇന്ന് നമ്മളെ നാട്ടിൽ നോക്ക്, നമ്മുടെ നാട് ജനാധിപത്യ രാജ്യമാണ്. ഈ ജനാധിപത്യ രാജ്യത്ത് ഇതേ കണക്കൊരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു നിരപരാധിയെ മനഃപൂർവ്വം കൊന്നതായിരിക്കാം. ഈ കേസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് കോടതിയിലായി. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും? പ്രഗത്ഭനായ ഇപ്പൊ ആളൂരിനെ പോലെ മരിച്ചുപോയി പോലുള്ള ഒരു വക്കീലിനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സമ്പത്തും സ്വാധീനമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കോടതിയുടെ മുന്നിൽ അയാൾ നിരപരാധിയാണെന്ന് ചിലപ്പോൾ തെളിയിക്കും. ഇനി ചിലപ്പോൾ ഒരുപക്ഷെ ജഡ്ജി പോലും ഇത് കൊലപാതകം കണ്ടെന്ന് വെച്ചു, അദ്ദേഹത്തിന് ഒന്നും പറയാൻ പറ്റില്ല. കാരണം എന്താ, അവിടെ തെളിവുകളും സാക്ഷികളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യത്ത് കേസ് വിധിക്കുന്നത്. എല്ലാവരും അങ്ങനെ തന്നെങ്കിലും വിധി ഇങ്ങനെ തന്നെ ആയിരിക്കും. അയാൾ നിരപരാധിയാണ്, സാമൂഹികമായിട്ട് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു, പക്ഷേ മറ്റൊന്നാണ് വിധി, ആയതുകൊണ്ട് അയാളെ വെറുതെ വിടാന്ന് പറഞ്ഞു. ഇനി അവൾ അതുകൊണ്ട് അത് തീരുവോ? ഇല്ല. കാരണം അങ്ങനെ കൊന്നിട്ട് കള്ളസാക്ഷി ഉണ്ടാക്കി ഇങ്ങനെ കള്ള തെളിവുകൾ ഉണ്ടാക്കി രക്ഷപ്പെട്ട ആൾ പുറത്തു വരുമ്പോൾ മരിച്ച ആളിന്റെ ആൾക്കാരും സ്ട്രോങ് ആണെങ്കിൽ അവർ വെറുതെ വിടുവോ? വിടില്ല. ആ പ്രശ്നങ്ങൾ അവിടെ തീരില്ല, പിന്നെ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവുകയുള്ളൂ. പക്ഷേ പടച്ച തമ്പുരാന്റെ ഒരു തീരുമാനവും വിധിയോ അവിടെ വെച്ചെല്ലാം അവസാനിക്കുകയാണ്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇസ്ലാമിക നിയമങ്ങൾക്ക് ഒരു കാരണവശാലും കുറ്റമില്ല, കുറവില്ല, അതിനകത്ത് ആർക്കും ഒന്നും കണ്ടുപിടിക്കാനും കഴിയില്ല. ഇപ്പൊ നമ്മളെ നാട്ടിൽ പറയാറുണ്ട്, നമ്മളെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് പറയാറുണ്ട്, 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന് പറയുന്നുണ്ട്. ശരി, അത് ഒരു കാര്യത്തിൽ കറക്റ്റാണ്. കാര്യം 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും, ഇപ്പൊ ഇവിടെ നമ്മളെ ഒരുപാട് കുറ്റവാളികൾ രക്ഷപ്പെടുന്നു, ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അത് ശരിയല്ല. കാരണം എന്താ, ഈ കുറ്റവാളികൾ രക്ഷപ്പെട്ട് കഴിയുമ്പം കുടുംബത്തുള്ള ഒരുപാട് നിരപരാധികൾ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാലാകാലങ്ങളായിട്ട്. മരിച്ച ആളിന്റെ ആ ഒരു കുറവ് കൊണ്ട്, പോരായ്മ കൊണ്ട് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ആ തത്വം പോലും തെറ്റാണ് സത്യത്തിൽ. ഇനി ഇവിടെ എന്താണ് മറ്റൊരു നിയമം? ഈ മതപണ്ഡിതന്മാരൊന്നും ഇടപെടാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇനി ഇടപെട്ടാൽ തന്നെ, ഇനിയിപ്പം കാന്തപുരം മുസ്ലിയാർ പോയി ഇടപെട്ടു, അദ്ദേഹം അവിടെയുള്ള മതനേതാവായിട്ട് ചർച്ച ചെയ്തു, അതുകൊണ്ട് ആ 16 എന്നുള്ള ഡേറ്റ് മാറ്റി. ഇനി ചിലപ്പം രക്ഷപ്പെടാം, രക്ഷപ്പെടാതിരിക്കാം, അതെല്ലാം ആ കുടുംബക്കാരാണ് തീരുമാനിക്കേണ്ടത്. ഇവിടെ എന്തെല്ലാം അദ്ദേഹം ഇടപെട്ടതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ്, ചർച്ചകളാണ് വന്നത്? എന്താ, ഇവിടുന്ന് കുറെ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, വിടാൻ പാടില്ല, കൊല്ലണം, നാണക്കേടല്ലേ, അങ്ങനെയൊക്കെ. ഇതൊന്നും വെറുതെയാണ്. ഇതൊക്കെ വെറുതെ ചാനലുകൾ ഇങ്ങനെ തട്ടിവിടുന്നതല്ല, ഇതിനകത്ത് ഒരു കാര്യമില്ല. ആർക്കും ഇടപെടാൻ കഴിയില്ല, ഒരു മനുഷ്യനും ഇടപെടാൻ കഴിയില്ല. പിന്നെ അവിടെ ഒരു മതപണ്ഡിതനാണ് ചർച്ച നടത്തി, അവരുടെ കുടുംബക്കാർ ചിലപ്പോൾ മറ്റേ അവിടെയുള്ള പണ്ഡിതൻ ചിലപ്പോൾ ഒന്ന് പറഞ്ഞെന്ന് വരാം. ഈ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവർക്ക് ബലാത്കാരമായിട്ട് ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവരെ ഒന്ന് സമാധാനപരമായിട്ട് ചർച്ച നടത്താം, അവരിഷ്ടപ്പെട്ടാ പെട്ടു, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള നിലയ്ക്കാണ് അത് പോകുന്നത്. അടുത്തതായിട്ട് എന്താണ്, ഇനി ഇവർക്ക് ഈ ഫിദിയ കൊടുത്തു, അതായത് ബ്ലഡ് മണി കൊടുത്തിട്ട് അദ്ദേഹത്തെ അവരെ ഈ നിമിഷപ്രിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം, സമ്മതിച്ചു, കൊല്ലുന്നില്ല. പക്ഷെ എങ്കിൽ പോലും ഗവൺമെന്റ് ശിക്ഷയുണ്ട്. അപ്പൊ നിയമപരമായിട്ടുള്ള അവരുടെ ശിക്ഷകൾ കുടുംബക്കാർ ഇളവ് ചെയ്ത് വേണ്ടാന്ന് പറഞ്ഞ് അവർ തീരുമാനത്തിലെത്തി. പിന്നെ ഒരു രാജ്യത്ത് ചെന്ന് ആ രാജ്യത്തിന്റെ നിയമനിർദ്ദേശങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും അവിടെ കുറ്റകൃത്യങ്ങൾ ചെയ്താൽ, കൊലപാതകം ചെയ്താൽ, പ്രതിക്ക് വീട്ടുകാർ മാപ്പ് കൊടുത്താൽ ഓക്കെ, കഴിഞ്ഞു. പിന്നെ ഗവൺമെന്റ് ശിക്ഷയുണ്ട്. അത് ചിലപ്പോൾ 1 വർഷമാവാം, 2 വർഷമാവാം, അത് ചിലപ്പോൾ മാക്സിമം ഒരു 3 വർഷമൊക്കെ എത്താം. ഇത് നടപ്പിലാക്കും. അതാണ് നമ്മുടെ ഈ അബ്ദുൾ റഹീം, അദ്ദേഹത്തിന്റെ കാര്യത്തിന് സംഭവിച്ചത്. അദ്ദേഹത്തെ കൊല്ലിനി, അതിൽ നിന്ന് രക്ഷപ്പെട്ടു, വിദ്യ കിട്ടി. പക്ഷേ ഇനി അദ്ദേഹത്തെ ഗവൺമെന്റ് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേന്ന് വിടത്തില്ല, അതവിടെ കിടക്കണം. കാര്യം രാജ്യത്തിന്റെ ഗൗരവം അത് അവരുടെ നിയമമാണ്, കോടതിയുടെ നിയമമാണ്. അതാണ് ഓക്കെ. പിന്നെ ഇവിടെ മറ്റൊരു വിഷയം സംസാരിക്കാനുള്ളത്, ഈ നിമിഷപ്രിയ ചെയ്തത് ഒരു ജീവരക്ഷയ്ക്ക് വേണ്ടി ആക്രമിക്കാൻ വന്നപ്പം, അല്ലെങ്കിൽ സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയൊന്നും അല്ല ചെയ്തത്. കുതന്ത്രപരമായിട്ടുള്ള ഒരു, അത് നമ്മുടെ ജസ്റ്റിസ് കമാൽ ഭാഷ അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണം ഞാൻ ഇന്നലെ കേട്ടു. അദ്ദേഹം പറയുന്ന, അദ്ദേഹത്തിന്റെ സുഹൃത്ത് ML ഉണ്ട്, വിശദ വിവരങ്ങൾ കൃത്യമായി അറിയിച്ചു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ നടന്നൊരു പ്രഭാഷണം. ആ പ്രഭാഷണത്തിൽ പറയുന്നുണ്ട്, അവർ ചെന്ന് ഭർത്താവുള്ളവർ അവിടെ ചെന്നിട്ട് ഒരു ക്ലിനിക്ക് ഇടാൻ വേണ്ടി പാടുപെട്ടു. അങ്ങനെ ചുരുക്കി അതൊക്കെ നിങ്ങൾ കേട്ട് കാണും. അപ്പൊ എന്തായാലും അവർ ചെയ്തത് അവർ അവിടെ നിന്ന് പിന്നീട് പാസ്പോർട്ട് കിട്ടാൻ വേണ്ടി, അയാൾ ഭർത്താവ് മുസ്ലിമായി, അവർ മുസ്ലിമായി അയാളോടൊപ്പം ഭാര്യയായിട്ട് ജീവിച്ചു. അവസാനം അവിടുന്ന് ഊരണമെന്ന് തോന്നിയപ്പം പാസ്പോർട്ട് അയാൾ കൊടുക്കാതായി, ഭാര്യയായിട്ട് ജീവിച്ചവരെ വിടാൻ മനസ്സില്ല. അങ്ങനെ എന്ത് ചെയ്തു? അയാളുടെ മയക്ക് ഇഞ്ചക്ഷൻ കൊടുത്ത്, നഴ്സല്ലേ, അയാൾക്ക് രോഗം ഉണ്ടായിരുന്നു, അത് ചികിത്സിക്കുമായിരുന്നു, മയക്ക് ഇഞ്ചക്ഷൻ കൊടുത്ത് അത് ഡോസ് കൂടിപ്പോയി ബോധരഹിതനായി അയാൾ മരിച്ചു. എന്നിട്ട് അവർ നിരപരാധിയാണെങ്കിൽ, സത്യസന്ധമായ ഒരു സ്ത്രീയാണെങ്കിൽ, അവരെ മനസ്സിൽ ദയ ഉണ്ടെങ്കിൽ അവരെന്താ ചെയ്യുന്നത്? അവിടുത്തെ നിയമത്തിനെ അവർക്ക് നേരിടാം, എന്നിട്ട് പറയാം, ഇതാണൊക്കെ ഞാൻ ചെയ്തു പോയി, പക്ഷെ ഡോസ് കൂടി, എനിക്ക് അറിഞ്ഞൂടാ. അവർക്ക് മാപ്പ് കിട്ടിയേനെ. അവർക്ക് കുറെ നാളെങ്കിലും ശിക്ഷ കഴിഞ്ഞാൽ അവർക്ക് വധശിക്ഷയിലോട്ട് ചിലപ്പോൾ എത്തത്തില്ലായിരുന്നു, സ്വാഭാവികമായിട്ട് സംഭവിച്ചു പോയി, അതിനവർ പശ്ചാത്താപമുള്ളവരാണെന്ന് മനസ്സിലായി. പക്ഷേ
മരിച്ചു കഴിഞ്ഞിട്ട് ഇവർക്ക് പശ്ചാത്താപമില്ല. ഇവര് മറ്റേ ഫ്രൈ ഉണ്ടല്ലോ, നമ്മളെ ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നതാണ്. ആ ജഡത്തെ, ആ ബോഡിയെ, ആ മയ്യത്തിനെ വെട്ടി നുറുക്കി സഞ്ചിയിലാക്കി കൊണ്ടു ചെന്നിട്ട് ഒരുപാട് പേര് കുടിക്കുന്ന കുടിവെള്ള ടാങ്കിൽ കൊണ്ടുവന്നിട്ട് കളഞ്ഞു. ഇതൊക്കെ ക്രൂരതയാണ്, ഇതൊക്കെ ക്രൂരമായിട്ടുള്ള പ്രവൃത്തിയാണ്. അപ്പൊ ആ കൊലപാതകം, ആ ഇഞ്ചക്ഷൻ എടുത്തിടം വരെ അവർ നിർത്തിയിരുന്നെങ്കിൽ അവർക്ക് എന്തെങ്കിലും നിയമത്തിന്റെ ഇളവ് കിട്ടിയേനെ. അവർ കൊടും ക്രൂരത ചെയ്തപ്പോൾ നിയമം, അവർ വളരെ ഡബിൾ ക്രിമിനൽ മൈൻഡുള്ളവരായി മാറി. എന്നിട്ട് അവർ രക്ഷപ്പെടാൻ വേണ്ടി ചെയ്ത വേറെ പണികളൊക്കെ ഉണ്ട്. അവർ പാസ്പോർട്ടൊക്കെ അടിച്ച് മാറ്റിക്കൊണ്ട് ക്യാമ്പിൽ പോയി കിടന്ന് അവിടെ നിന്ന് കയറ്റി വിടുമെന്നൊക്കെ പ്രതീക്ഷിച്ച് പോയി കിടന്ന് അവർ പിടിക്കപ്പെടാനുള്ളവരാണ്. അല്ലെങ്കിൽ ഒരു പാസ്പോർട്ട് കിട്ടി അവർക്ക് നേരെ കയറാം. അതും ചെയ്തില്ല. ഈ രീതിയാണ് ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. അതിനകത്ത് എനിക്ക് മറ്റൊരു പറയാനുള്ളത്, ഇവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആരെയും പഴിച്ചിട്ട് കാര്യമില്ല, ഒരു കാര്യമില്ല. ശരിയായിട്ടുള്ള നിയമത്തിൽ ഇടപെടാൻ ആർക്കും കഴിയില്ല. പിന്നെ കാന്തപുരം ചെയ്തു, അത് അദ്ദേഹത്തിന്റെ ഒരു എന്ത് ചെയ്ത്, അതിന് ഇനി എന്താണെന്നുള്ളത് ഇനി കണ്ടറിയാവുന്ന കേസാണ്. ഓക്കെ. മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ന് നമ്മുടെ ഏറ്റവും ഇന്ന് നമ്മളിവിടെ നടക്കുന്നത്, ഈ ഇന്ത്യയിൽ നടക്കുന്നത്, ഇതുപോലെ 10ഉം 20ഉം 18ഉം വയസ്സുള്ള പിള്ളേരൊക്കെ ഒരുപാട് ഈ കുത്തഴിഞ്ഞ സംസ്കാരത്തിന്റെ യൂറോപ്യൻ രാജ്യങ്ങളിൽ അവിടെ വ്യക്തിബന്ധങ്ങളില്ല, കുടുംബ ബന്ധങ്ങളില്ല, അഴിഞ്ഞാട്ടം മാത്രമേ ഉള്ളൂ. ഇഷ്ടമുള്ളവൻ്റെ പോയി ജീവിക്കാം, കുറെ നാൾ കഴിയാം, പിരിയാം, വീണ്ടും ജീവിക്കാം. ഇത്തരത്തിലുള്ള ശരിക്കും അതിന് ഒരു അവിടെയുള്ള ഭാഷയിലൊക്കെ ഇംഗ്ലീഷിലൊക്കെ പറയുന്നത് ടുഗെദർ ആൻഡ് ലിവിങ് ടുഗെദർ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്തൊക്കെയായാലും അതിന്റെ യഥാർത്ഥ വശം എന്താണെന്നറിയാമോ? വ്യഭിചാരിയും വ്യഭിചാരിണിയാണ്, വ്യഭിചാരിയാണ്. ആൺ വ്യഭിചാരിയും പെൺ വ്യഭിചാരിയും വ്യഭിചാരമാണ് നടക്കുന്നത്. അതിന്റെ പേര് ആണും പെണ്ണും പോയി ജീവിക്കുന്നു. പറച്ചാമ്പുരാൻ സൃഷ്ടികളോട് സൃഷ്ടാവ് പറഞ്ഞ ഒരു ഉടമ്പടിയാണ് കുടുംബ ബന്ധം. ആ ഉടമ്പടിയിൽ വരുന്നവർക്ക് അവിടെ അള്ളാഹുവിന്റെ ബർക്കത്തുണ്ട്, ജീവിതം നല്ല നിലയ്ക്ക് പോകും. അല്ലാതെ പോയി ജീവിക്കുന്ന എല്ലാ എണ്ണത്തിനും ഇതേ കണക്കുള്ള അനുഭവങ്ങളിൽ എത്തിച്ചേരാൻ കഴിയൂ. ടുഗേദർ എന്നും പറഞ്ഞ് ഈ സംസ്കാരമില്ലാത്ത പ്രാകൃത സ്വഭാവത്തെ ഇന്ന് കടമെടുത്ത് ജീവിക്കുന്ന ആ യൂറോപ്യന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ലിവിങ് ടുഗെദർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള വ്യഭിചാരിയും വ്യഭിചാരിണിയായിട്ട് വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയിലാണ് ജീവിക്കുന്നത്. അതിന്റെ പ്രത്യാഘാതം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഏറ്റവും മോശമായിട്ടുള്ള രീതിയായിരിക്കും. യാതൊരു സംശയമില്ല. കാരണം പടച്ചാമ്പുരാൻ ഹറാമാക്കിയ കാര്യമാണ്. നിങ്ങൾ ചെയ്യരുത്, വ്യഭിചാരത്തോട് അടുത്ത് പോലും ചെയ്യരുത്. ഇന്ന് നടക്കുന്ന മൊത്തം അതാണ്. എന്നിട്ട് ഒരുപാട് പേരുകളാണ് ഇംഗ്ലീഷിൽ പേരിട്ടത് കൊണ്ട് അതൊരു നന്മയാവില്ല. ഇംഗ്ലീഷിൽ കുറെ വാക്ക് പറഞ്ഞിട്ട് നന്മയാവില്ല. ഏറ്റവും മ്ലേച്ഛവും മോശവുമായിട്ടുള്ള പ്രവൃത്തിയാണ് അതിന്റെ പിന്നിൽ അങ്ങനെ നടക്കുന്ന യുവാക്കൾ. അത് ഈ ഭൂമിയിൽ വെച്ച് തന്നെ അതിന്റെ തിക്തഫലം അനുഭവിക്കുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാ തഖറബുസ്സിന എന്ന് പറഞ്ഞിട്ടുണ്ട്. വ്യഭിചാരത്തോട് അടുത്ത് പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ഇത്രത്തോളം ഭൂമിയിൽ വെച്ച് തന്നെ അതിന്റെ തിക്തഫലം അനുഭവിക്കും. എന്നാൽ പശ്ചാത്തപിക്കാൻ സമയമുണ്ട്, ഇന്നത്തെ ദിവസമേ ഉള്ളൂ. പശ്ചാത്താപത്തിന് ഇന്നത്തെ ദിവസമേ ഉള്ളൂ, നാളെ എന്നൊരു ദിവസം നമുക്കില്ല. ഇന്ന് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ ആ തെറ്റിലേക്ക് പോരുന്ന അള്ളാഹു പുറത്തു തരും. എത്ര വലിയ പാപമാണെങ്കിലും ഇന്ന് നമുക്ക് സമയമുണ്ട്, നാളത്തെ സമയം നമ്മളേതല്ല. അപ്പൊ ഇത് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുക, ഊഹാപോഹങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകാതിരിക്കുക. അതാണ് ഏറ്റവും ഉത്തമം ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനുള്ളത്. ഇനി അടുത്തൊരു വിഷയമായിട്ട് വീണ്ടും കാണാം.